ശാന്തേച്ചി. ആ ഇതാര് സുമയോ? ഇരിക്കടി. അല്ല ശാന്തേച്ചി, മരുമോളെന്തേ? അവൾ ഉറങ്ങുക. എണീറ്റില്ലേ? മണി 7:30 കഴിഞ്ഞാലും ഇനി എണീറ്റില്ല. വൈകി കിടന്നല്ലേ, പതുക്കെ എണീറ്റാ പോരെ. അതെ അതെ, നമ്മുടെ കാലത്ത് നമ്മൾ 5 മണിക്ക് എണീറ്റില്ലെങ്കിൽ നമ്മുടെ അമ്മായിയമ്മമാർ നമ്മളെ ഓടിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ ഉണ്ടോ അല്ലേ? നമ്മുടെ കാലത്ത് നമ്മൾ എണീറ്റെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് പറയാൻ പറ്റും. അവർ കിടക്കുമ്പോൾ തന്നെ രാത്രി 12-1 മണിയൊക്കെയാണ്. ഇപ്പോൾ ഒരു കൊച്ചുണ്ട് അവൾക്ക്, അവളതിന് പാല് കൊടുക്കും, രാത്രി എണീക്കണം. എൻ്റെ മരുമോളൊക്കെ 6 മണിക്ക് മുമ്പ് എണീക്കും. ചെറുപ്പമല്ലേടി, പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ അവൾ എന്നെ സഹായിക്കാറുണ്ട്. ഇവിടെ പിന്നെ സ്നേഹിച്ച് കൊണ്ടുവന്നല്ലേ, അതിൻ്റെയൊക്കെ ആയിരിക്കും. സ്നേഹിച്ച് കൊണ്ടുവന്നാലും പറഞ്ഞറിയിച്ച് കെട്ടിച്ചുകൊണ്ട് വന്നാലും അപ്പം എന്താ. അല്ല ശാന്തേച്ചി, ഇന്നലെ ഓളൊരു ഡ്രസ്സ് ഇട്ടില്ലേ, ആ കൈയൊക്കെ കാണിച്ചുകൊണ്ട് എന്തിനാ ശാന്തേച്ചി അതൊക്കെ ഇടാൻ വിടുന്നത്? ശാന്തേച്ചിക്ക് പറഞ്ഞൂടെ? പിന്നെ വസ്ത്രധാരണേനെക്കുറിച്ച് നമ്മൾ ആൾക്കാരെ ബോഡി ഷെയിം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാർ അതും ഇതൊക്കെ പറയും, വയറ് കാണുന്ന ടോപ്പും കൈയില്ലാത്ത ചില ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ശാന്തേച്ചി എന്തെങ്കിലും വളം വെച്ച് കൊടുക്കണേ. അല്ല സുമേ, നമ്മൾ സാരി ഉടുക്കുമ്പോൾ നമ്മുടെ വയറ് കാണുന്നില്ലേ? ആൾക്കാർ പലതും പറഞ്ഞോട്ടെ, ഈ പറയുന്നവരൊന്നും അല്ലല്ലോ ചിലവിന് കൊണ്ടുവന്ന് തരുന്നത്. ശാന്തേച്ചിക്ക് ഒന്ന് ഉപദേശിച്ചൂടെ ശാന്തേച്ചിൻ്റെ മരുമോളെ? സുമേൻ്റെ ചിന്താഗതിയൊക്കെ മാറ്റി. പിന്നെ മരുമോൾ ഇങ്ങനെയൊക്കെയാ. ശാന്തേച്ചി എന്നാൽ ഇഷ്ടം പോലെ ചെയ്യും. എന്നാൽ ഞാനങ്ങോട്ട് വിട്ടു. പണ്ണുമ്പുള്ളേൻ്റെ പറച്ചിൽ കേട്ടാൽ അവൾ മാത്രമേ ഇപ്പോൾ ഭൂലോകത്തിലുള്ളെന്ന് പറഞ്ഞത്. ഇതിനൊക്കെ അടിച്ചു നിരക്കി നിർത്താനായിട്ട് സ്വന്തം വീട്ടിലെ കാര്യം നോക്കത്തില്ല, ബാക്കിയുള്ളവരുടെ കാര്യത്തിന് എല്ലാവർക്കും മിടുക്ക് കൂടുതലാണ്.